ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമ്മൾ കടലൊക്കെ തിന്നുന്ന പോലെ ഇങ്ങനെ പെറുക്കി തിന്നാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. പിന്നെ സമൂസ ഷീറ്റൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ കഴിയാറായില്ല. ഇനിയിപ്പോൾ സമൂസ ഷീറ്റൊക്കെ ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സർ ജാറുണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ഞാനിതാ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തും ചതച്ചുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ. അല്ലെങ്കിൽ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ കാശ്മീരി ചില്ലി പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 സ്പൂൺ മാത്രം കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ തോന്നുന്നു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്സർ ജാറുണ്ടെങ്കിൽ അതിൽ അരച്ചെടുത്താലും മതി. ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞ് കിട്ടും. ഇനി ഇതാ ഞാൻ സമൂസ ഷീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 2 സമൂസ ഷീറ്റാണ് എടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്കതിൻ്റെ ഒരു 2 ഭാഗം കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഇങ്ങനെ മൈദ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. 1 സ്പൂൺ മൈദയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സാക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോൾ ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ 2 ഷീറ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് എക്സ്ട്രാ സമൂസ ഷീറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ റോൾ ഷീറ്റ് വാങ്ങാതെ ഇത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചിലവാകും ചെയ്യില്ല. ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞു തുടങ്ങിയില്ലേ. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കന് ഇതുപോലെ ഒരു പൈപ്പ് ബാഗിലേക്ക് ആക്കി കൊടുത്തു. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ വല്ല കവറൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കോൺ ഷേപ്പിലാക്കിയിട്ട് അതിലേക്ക് ആക്കി കൊടുത്താലും മതിയിട്ട്. എന്നിട്ട് തലഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്നിങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ രണ്ട് സൈഡിലേക്കും അധികം ഫില്ലിങ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മസാലയൊക്കെ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ 2 സൈഡ് ഭാഗം ഫില്ലാക്കാതെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു തലഭാഗം ഞാനൊന്നിങ്ങനെ മൈദ വെച്ചൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും നമുക്കത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, ഒരുപാട് സമയമൊന്നും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ കൈകളിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇതുപോലെ നമ്മൾ കത്തിരിക വെച്ചൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടിയിരുന്നോട്ടെ. പിന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിൻ്റെ 2 സൈഡും നല്ല ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം നമ്മൾ ഒന്ന് കുറച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടാ. ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.